ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിനൊക്കെ കീഴിൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസിയാണ്, നല്ല സ്കെയിലിൽ സാലറി ഉള്ളതാണ്, ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വിവിധ കാറ്റഗറിയിലുള്ള പോസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഗ്രൂപ്പ് എ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫൈനാൻസ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ തന്നെ ഫൈനാൻസ് ഉണ്ട്, ദെൻ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫെയർ, പിന്നെ ഹിന്ദിയാണ്. ഇതിൽ ഓരോരോ വേക്കൻസി മാത്രമേ വിളിച്ചിരിക്കുന്നു. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പേ സ്കെയിലാണ് 56,100 മുതൽ 1,77,500. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. അതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൽ ഹിന്ദിക്ക് മാത്രമേ ഒരു വേക്കൻസി ജനറലുള്ളൂ. ബാക്കിയൊക്കെ ഒന്ന് EWS, ഒന്ന് OBCക്കാണ് വരുന്നത്. ആ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ഈ പറയുന്ന കാറ്റഗറി ഉള്ളവർക്ക്. ഓക്കെ, ബാക്കി ഈ ഹിന്ദി എന്ന് പറയുന്നതിലേക്ക് അവർക്ക് ജനറൽ കാൻഡിഡേറ്റ്സ് വേക്കൻസി ഉണ്ടാകുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. ഇതും ഈ പറയുന്ന പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് 27 വേക്കൻസിൻ്റെ SC, OBC വേക്കൻസികളും PWD കാൻഡിഡേറ്റ്സിന് വേക്കൻസി കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ നിങ്ങൾക്ക് 30 ഏജ് ലിമിറ്റ്, 43 വേക്കൻസി ഉണ്ട്. അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ ഡിസൈൻ ആണ്, ഇതിൽ നിങ്ങൾക്ക് 30 ഏജ് ലിമിറ്റ്, ഒരു വേക്കൻസിയാണ്. ഒരു വേക്കൻസി ജനറൽ ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ കേട്ടോ. വേക്കൻസിയുടെ ഒന്നാണ് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കരുത് ഒരിക്കലും, കാരണം നമുക്ക് നമ്മുടെ ഏജ് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. നിങ്ങൾക്ക് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഏജ് ലിമിറ്റൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്ത് എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വേക്കൻസികൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്, അത് നമ്മൾ നോക്കേ വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏജ് ഒക്കെ ഓക്കെ ആണോ, ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം 30 ഏജ് ലിമിറ്റ്. അപ്പം SC, ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 33, PWD കാൻഡിഡേറ്റ്സിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്കുണ്ടായിരിക്കും കേട്ടോ. ഇനി സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഗ്രൂപ്പ് സി കാറ്റഗറിയുള്ള പോസ്റ്റാണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്റ്റെനോഗ്രാഫർ 27 ഏജ് ലിമിറ്റ് വരുന്നത്, മാക്സിമം ഏജ് ലിമിറ്റ്. മിനിമം ഏജ് ലിമിറ്റ് 18 കേട്ടോ വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടോട്ടൽ 19 വേക്കൻസി അതിലുണ്ട്. പിന്നെ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്, ഇതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി, 27 ഇതിലേക്കും ഏജ് ലിമിറ്റ്. 128 ആണ് വേക്കൻസി ഉള്ളത് കേട്ടോ, ടോട്ടൽ വേക്കൻസി. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 27 ഇതിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്, 78 വേക്കൻസി ഇതിലുണ്ട്. അപ്പോൾ SC, ST, OBC ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. OBC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC, ST ആണെങ്കിൽ ഈ പോസ്റ്റിലേക്ക്, ഈ പറയുന്ന ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 32 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ലബോറട്ടറി ടെക്നീഷ്യൻ, പിന്നെ PWDൻ്റെ റിസർവ് വേക്കൻസികളും SC, ST, OBCൻ്റെ ഒക്കെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല. ലബോറട്ടറി ടെക്നിക്കൽ പോസ്റ്റുകളാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി പോസ്റ്റാണ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറി ആണ്. ഇതിൽ 30 ഏജ് ലിമിറ്റ് വരുന്നത്, 27 വേക്കൻസി ഇതിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിലൊക്കെ അവിടെ കാണാൻ നിങ്ങൾക്ക് കേട്ടോ, ജസ്റ്റ് എല്ലാം റീഡ് ചെയ്യുന്നില്ല. ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തന്നെ ലബോറട്ടറിയിൽ നമുക്ക് വിവിധ ഡിസിപ്ലിൻ വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 27, മെക്കാനിക്കലിൽ 13, കെമിക്കലിൽ 12, മൈക്രോബയോളജിയിൽ 2. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ പറയാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. ഇനി അടുത്തത് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. അപ്പോൾ അവരുടെ റിസർവ് വേക്കൻസികളൊക്കെ ഇവിടെ ഉണ്ട്, നോക്കാവുന്നതാണ്. ഇനി അടുത്ത് ഗ്രൂപ്പ് സി പോസ്റ്റിൽ തന്നെ ഈ പറയുന്ന സീനിയർ ടെക്നീഷ്യനും വിളിച്ചിട്ടുണ്ട്. സീനിയർ ടെക്നീഷ്യനിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും 27 ഏജ് ലിമിറ്റ്, മാക്സിമം 18 വേക്കൻസി അതിലുണ്ട് കേട്ടോ. അതിൽ തന്നെ ഡിസിപ്ലിൻ വൈസ് വേക്കൻസി കാർപ്പൻറ്ററിൽ 7, ദെൻ വെൽഡറിൽ 1, ദെൻ പ്ലംബറിൽ 2, ഫിറ്ററിൽ 5, ദെൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ 3, ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ റിസർവ് വേക്കൻസികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റേത് കാറ്റഗറി ആണെങ്കിലും പേടിക്കാനില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 27, SC, ST ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 30 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ആണ്. ഇതിലും 27 ഏജ് ലിമിറ്റ്, OBC ആണെങ്കിൽ 30, OBC NCL ആണെങ്കിൽ 30, ദെൻ SC, ST ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഒരു വേക്കൻസിയാണ്, ഈ ഒരു വേക്കൻസി ഇവിടെ റിസർവ് വേക്കൻസിയാണ് കേട്ടോ. OBCക്ക് റിസർവ്ഡ് ആണ്, അവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ പറയുന്ന ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ ഓർ വയർമാനിലൊക്കെ OBCക്കാണ് റിസർവേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ 5 വർഷത്തെ, ഇതിപ്പോൾ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളുണ്ട്, ഇത് 5 ഇയേഴ്സ് ആണ്. ഇതിന് ഹിന്ദി ആണെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതാ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ പറയുന്ന CA, കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ട്സ്, സബോർഡിനേറ്റ് അക്കൗണ്ട്സ്, ഇങ്ങനെയൊക്കെ പറയുന്ന വിവിധ ക്വാളിഫിക്കേഷൻ ആൻഡ് ഫൈനാൻസിലേക്ക് പ്ലസ് 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, കാരണം
ഇത്രയും എക്സ്പീരിയൻസ് ആയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ. കൂടുതലും ആളുകൾ കുറവാണെങ്കിൽ വെറുതെ നമ്മളത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ വെച്ചിട്ടാണ്. എങ്കിൽ ജസ്റ്റ് ഇവിടെ പറയാം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് കൺസ്യൂമർ അഫെയർ ആണെങ്കിൽ ഈ പറയുന്ന MBA, അതുപോലെ MBA മാർക്കറ്റിംഗ്, അതുപോലെ ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ കേട്ടോ, സോഷ്യൽ വർക്ക്, ഇതിലേതെങ്കിലും ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്കോ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇന്ത്യ ആണെങ്കിൽ നമ്മൾ ഈ ഹിന്ദി ഒരു പ്രധാന സബ്ജക്റ്റായിട്ട് PG പഠിച്ചവർക്കും അതുപോലെ ഡിഗ്രി ലെവലിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ, അങ്ങനെ കുറേ കണ്ടീഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ നമുക്ക് എന്താണ് ഈ പറയുന്ന മീഡിയം ഓഫ് എക്സാമൊക്കെ ആയിട്ട് നമ്മൾ എഴുതിയവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹിന്ദി നമ്മളൊരു സബ്ജക്റ്റായിട്ട് പഠിക്കണം, ഇംഗ്ലീഷ് സബ്ജക്റ്റായിട്ട് പഠിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാവുന്നതാണ് കേട്ടോ. ഇനി പേഴ്സണൽ അസിസ്റ്റൻറ്റ് മുതലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് എനി ഗ്രാജുവേഷനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, എനി ഗ്രാജുവേഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് എനി ഗ്രാജുവേഷൻ, വേറെ യാതൊരുവിധ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഷോർട്ട് ഹാൻഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്താണ് ഈ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റും ഷോർട്ട് ഹാൻഡ് ടെസ്റ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാസ്സാവണം. അത് റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോഴത്തേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വെറുതെ ഡിഗ്രി വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് ഈ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഡിഗ്രി മതി, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിന് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു ഡിഗ്രി മതി, ഏതെങ്കിലും എനി ഗ്രാജുവേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ക്വാളിഫയിങ് സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കും. ആ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് നമ്മൾ ഈ പറയുന്ന ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈ പറയുന്ന ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് വലിയ പ്രശ്നങ്ങളല്ല. അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നിങ്ങളെന്താണ് ഈ പറയുന്ന സെലക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. അപ്പോൾ ബേസിക്കായിട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനും കമ്പ്യൂട്ടറിൽ അത്യാവശ്യം എന്താണ് വേർഡും പവർ പോയിൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ഇവിടെ കാണാം അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സയൻസിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ ഓട്ടോകാർഡിൽ ഈ പറയുന്ന ടൈപ്പോഗ്രഫിയിലുള്ള വർക്ക് നോളജ്, അതിൻ്റെ കൂടെ ഓട്ടോകാർഡിലൊക്കെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സയൻസിലുള്ള ബിരുദവും 5 വർഷത്തെ ഓട്ടോകാർഡിലുള്ള ഒരു എക്സ്പീരിയൻസും പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡോക്യുമെൻഷിപ്പും ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പറയുന്ന സിവിൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 5 വർഷത്തെ എന്ത് വേണം, ഓട്ടോകാർഡിലുള്ള ആ ഒരു ഓട്ടോകാർഡ് ആൻഡ് ഡോക്യുമെൻഷിപ്പിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്ത് സ്റ്റെനോഗ്രാഫറാണ്. സ്റ്റെനോഗ്രാഫറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്, എനി ഗ്രാജുവേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സെലക്ഷൻ്റെ ഭാഗമായിട്ട്, അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതും ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ മതി, ഗ്രാജുവേഷൻ്റെ അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് സീനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബിരുദമാണ്, ജസ്റ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക, എനി ഗ്രാജുവേഷനാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളുണ്ടാകും, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി, കമ്പ്യൂട്ടറിൽ നല്ല നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ വേർഡ് പ്രോസസ്സിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ സ്പ്രെഡ്ഷീറ്റ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പവർ പോയിൻറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ സ്കിൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതിലേക്ക് വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ജസ്റ്റ് ഡിഗ്രി മതി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ, എനി ഗ്രാജുവേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും, ആ സമയത്ത് ഇതൊക്കെ ചെക്ക് ചെയ്യും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. വേർഡ് പ്രോസസ്സിങ്ങും ഈ എന്താണ് സ്പ്രെഡ്ഷീറ്റും മൈക്രോസോഫ്റ്റ് എക്സലും പവർ പോയിൻ്റും ഒക്കെ ചെക്ക് ചെയ്യും. അതിലൊക്കെ നല്ല അറിവുണ്ടായിരിക്കണം. ഇനി അടുത്ത ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ബിരുദം ഉണ്ടായിരിക്കുക, എനി ഗ്രാജുവേഷനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇതിലും നമുക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ എത്ര കീ ഡിപ്രഷൻ പെർ അവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടൈപ്പിംഗ് സെൻറ്ററിലൊക്കെ പോയിട്ട് അതൊക്കെ പഠിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എനി ഗ്രാജുവേഷനാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഇതിലേക്ക് നമുക്ക് മെക്കാനിക്കൽ ഡിസിപ്ലിൻ, ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് നമ്മുടെ സൈറ്റിലുണ്ട്, ജസ്റ്റ് കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ മെക്കാനിക്കൽ ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
ഓക്കെ 60% മാർക്ക് വേണം. അതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട കേട്ടോ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണമെന്നുള്ളൂ. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്കുള്ളവർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ 50% മാർക്കോട് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 60% മാർക്ക് വേണം കേട്ടോ. SC/STക്ക് 50% മാർക്ക് മതി. ഇനി കെമിക്കൽ ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കെമിസ്ട്രിയിൽ എന്താണ് ഡിഗ്രി ഉണ്ടായിരിക്കുക, ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി കെമിസ്ട്രി ഒരു പ്രധാന സബ്ജക്റ്റായിട്ട് മറ്റു രീതിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. കെമിസ്ട്രി പ്രധാന സബ്ജക്റ്റ് ആയിരിക്കണം പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കോമ്പിനേഷൻ പ്രശ്നമില്ല. കെമിസ്ട്രി പ്രധാന സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ 60% മാർക്ക് വേണം. SC/ST ആണെങ്കിൽ 50% മതി. ദെൻ മൈക്രോബയോളജി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BSc മൈക്രോബയോളജി ഒക്കെ കഴിഞ്ഞവർക്ക് മൈക്രോബയോളജി ഒരു മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഈ പറയുന്ന ജനറൽ മൈക്രോബയോളജിയോ മെഡിക്കൽ എന്നൊന്നും പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മൈക്രോബയോളജി പ്രധാന സബ്ജക്റ്റായിട്ട് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. ഓക്കെ, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്ക് മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സീനിയർ ടെക്നീഷ്യൻ ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ IT ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് SSLC വേണം അപ്ലൈ ചെയ്യാണ്. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ITയും വേണം. ഓക്കെ, IT ഏതൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്? ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, കാർപ്പൻറ്റർ, പ്ലംബർ, വയർമാൻ, വെൽഡർ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടെ വേണമെന്ന് വെച്ചാൽ 2 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, വെറുതെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന അതത് ട്രേഡിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞിരിക്കുക പ്ലസ് അതത് ട്രേഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി എക്സ്പീരിയൻസിന് പകരം അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അധിക വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു പ്രൂഫായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ടെക്നീഷ്യനാണ്. ടെക്നീഷ്യനിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഇലക്ട്രീഷ്യനിലോ അല്ലെങ്കിൽ വയർമാനിലോ നിങ്ങൾക്ക് IT കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 10ാം ക്ലാസ് പ്ലസ് IT ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റും പാടെ ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ഒക്കെ ചെയ്യാത്തതുകൊണ്ട് മാക്സിമം ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള അധികം നോട്ടിഫിക്കേഷൻ ചില നോട്ടിഫിക്കേഷനിലൊക്കെ അപ്രൻറ്റീഷിപ്പ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. ഇനി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഞാനിപ്പോൾ എല്ലാം പറയേണ്ട ആവശ്യമില്ല. ചിലതിന് ഓൺലൈൻ എക്സാം മാത്രമേ ഉള്ളൂ. അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ ഇൻ്റർവ്യൂ ഓൺലൈൻ എക്സാമിനേഷനാണ്. ബാക്കിയുള്ള അധിക പോസ്റ്റിനും ഓൺലൈൻ എക്സാമിന് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും. സ്കിൽ ടെസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അതിലേക്ക് ഓൺലൈൻ എക്സാമും പ്രാക്ടിക്കൽ ടെസ്റ്റോ സ്കിൽ ടെസ്റ്റാണ്. മറ്റ് സീനിയർ ടെക്നീഷ്യൻ ആണെങ്കിൽ സെയിം സംഭവം തന്നെയാണ്. ടെക്നീഷ്യൻ ആണെങ്കിൽ സെയിം സംഭവമാണ്. ബാക്കിയുള്ളതിനൊക്കെ ടൈപ്പിംഗ് ഈ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ ആ ഒരു എക്സാം സ്കീം കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. 150 ക്വസ്റ്റ്യൻ 150 മാർക്ക്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള ഇതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈറ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ ഈ റീസണിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻസ് ലിങ്ക്സിൽ BA സ്റ്റഡി മെറ്റീരിയൽസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് കാണാം കേട്ടോ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റീസണിങ് കാര്യങ്ങളും അതുപോലെ ഇംഗ്ലീഷും ജനറൽ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഒരു ആൻസർ ഉണ്ടായിരിക്കും. അതിൻ്റെ ആൻസർ കീ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഈ പറയുന്ന മെക്കാനിക്കലിൻ്റെ ഒക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ 150 ക്വസ്റ്റ്യൻ 150 മാർക്കിങ്ങിനാണ് വരിക കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ഇതിൻ്റെ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ഇംഗ്ലീഷ്, ഇതൊക്കെയാണ് 150 ക്വസ്റ്റ്യൻ 150 മാർക്ക്. അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ഈ പറയുന്ന എക്സ് സർവീസ്മാരും വിഡോസ് ഡിവോഴ്സ് ആയ വനികൾക്ക് നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC/ST OBC ഒക്കെ കേട്ടോ. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിലുള്ളത് എവിടെ വെച്ചാൽ ഒന്ന് തിരുവനന്തപുരം, എറണാകുളമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ള സെൻറ്റർ. തമിഴ്നാട്, ചെന്നൈ, കോയമ്പത്തൂർ ഉണ്ട്. ഓക്കെ, പിന്നെ ലക്ഷദ്വീപ് ഉള്ളവർക്ക് കവരത്തിയിൽ എന്താണ് എക്സാം സെൻറ്റർ ഉണ്ടെന്നുള്ളതും പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഈ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാട്ടോ നമ്മൾ സൈൻ ചെയ്യേണ്ടത്. പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. അത് നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ടെക്സ്റ്റാണ്. ഇതാണ് ഡിക്ലറേഷൻ. എന്ന് തുടങ്ങിയിട്ട് നിങ്ങളുടെ അവിടെ പേര് ചെയ്താൽ ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ബ്ലാക്ക് പേന കൊണ്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഈ പറയുന്ന നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 200 to 230 പിക്സലിലായിരിക്കണം. 20 KB 50 KB ആയിരിക്കും ഫയൽ സൈസ്. സിഗ്നേച്ചർ ആണെങ്കിൽ ഇവിടെ നിൽക്കണം വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം. 150 x 60 ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരേണ്ടത്. 10 KB 20 KB ആയിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന തമ്പ് ഇംപ്രഷൻ ആണെങ്കിൽ 20 KB 50 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ ഈ പറയുന്ന തമ്പ് ഇംപ്രഷൻ്റെ ഡയമെൻഷനോട് പറയുന്നുണ്ട് 240 to
140 പിക്സലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ. അതിൻ്റെ ഫയൽ സൈസ് 20 to 50 GB ആയിരിക്കണം. പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ 800 × 400 പിക്സലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ. അതുപോലെ തന്നെ 50 GB 100 GB ആയിരിക്കണം ഫയൽ സൈസ് കേട്ടോ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ ഈ പറയുന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 9 സെപ്റ്റംബർ മുതൽ നിങ്ങൾക്ക് 30 സെപ്റ്റംബർ വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ. സെപ്റ്റംബർ 30 ലാസ്റ്റ് ഡേറ്റ്. ഫീ അടയ്ക്കേണ്ട ഡേറ്റും അത് തന്നെയാണ്. ഇനി ഇതിൽ അഡ്മിറ്റ് കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് എക്സാമിനേഷൻ്റെ ഒരു 10 ദിവസം മുൻപായിരിക്കും. എക്സാമിനേഷൻ നടക്കുന്ന ഏകദേശം ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് നവംബർ മാസത്തിലായിരിക്കും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഇതിലേക്ക് എക്സാം ഫീ ഉണ്ട്. എക്സാം ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ അവർ 800 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, വിമൻ കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല കേട്ടോ. ഓക്കെ. SC/ST കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല, വിമൻ കാൻഡിഡേറ്റ്സിനും PWD കാൻഡിഡേറ്റ്സിനും യാതൊരു ഫീയും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി ഈ പറയുന്ന ബാക്കി എല്ലാ പോസ്റ്റിലേക്കും 500 രൂപയാണ് ഫീ. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ 800 രൂപ ഫീ ഉള്ളൂ. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും 500 രൂപയാണ് ഫീ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. SC/ST കാൻഡിഡേറ്റ്സിന് ഫീ കൊടുക്കണ്ട, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ കൊടുക്കണ്ട, PWD കാൻഡിഡേറ്റ്സിന് ഫീ കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫീ അടയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ SC/ST കാൻഡിഡേറ്റ്സിന് റിസർവേഷനൊക്കെ ലഭിക്കണമെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് OBC NCL ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. OBCക്ക് ഒരു ഡിക്ലറേഷനും പാടുണ്ടായിരിക്കും. ഓക്കെ. ഇതും പാട് അവരെന്ത് ചെയ്യണം, തയ്യാറാക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക, ഡിസബിലിറ്റി ഉള്ളവർക്ക് തയ്യാറാക്കേണ്ട മാതൃക എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിം മാതൃക ആയിരിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ PDF-ഉമായി നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്കൂടെ കാണാം BS റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. ഓക്കെ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻസ് ലിങ്കിൽ കൂടെ കാണാം. സ്റ്റഡി മെറ്റീരിയൽസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ BS-മായി ബന്ധപ്പെട്ടിട്ടോ. ഞാൻ അതിൽ കൂടുതൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷനോട് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം BSൻ്റെ ആ ഒരു ലോഗോ ഒക്കെ കാണാം. അവിടെ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് വേരിയസ് വേക്കൻസി ആണ്, അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് ഇട്ടത്. നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. അടുത്തത് മറ്റു ഡീറ്റെയിൽസ് കൊടുക്കാം. ദെൻ പ്രിവ്യൂ കൊടുക്കാം. ദെൻ നമ്മൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഡിക്ലറേഷനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ലാസ്റ്റാണ് പേയ്മെൻറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്നത് കാണിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റിൽ പറയുക. അങ്ങനെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് കാണിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വാട്സപ്പ് ലിങ്കൊക്കെ നമ്മുടെ അപ്ലൈ നൗ മീൻസ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി അതല്ല ഞാൻ നമ്പർ എന്ത് ചെയ്യുക അവിടെ സ്ക്രീനിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.